സോ വെൽക്കം ബാക്ക് ടു അനദർ എപ്പിക് എപ്പിസോഡ്. അപ്പോൾ ഇന്ന് സെപ്റ്റംബർ 5 ഗോട്ട് റിലീസായ ദിവസമാണ്. ഗോട്ട് കണ്ടിട്ട് വന്ന ഒരു വ്യക്തിയാണ്. ഏകദേശം ഒരു 3 മണിക്കൂറോളമാണ് ഈ ഒരു പടത്തിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. അപ്പോൾ ഈ ഒരു പടത്തിൻ്റെ ഒരു റിവ്യൂ അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയാൻ പോകുന്നത്. ഏകദേശം ഒരു 3 മണിക്കൂറോളം ഉണ്ട് ഈ ഒരു പടം. അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ്. പിന്നെ ചെറിയ രീതിയിലെ ലാഗ് ഈ പടത്തിൽ വരുന്നുണ്ട്. പിന്നെ എനിക്ക് പേഴ്സണലി തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയുടെ ക്യാരക്ടർ അത് യങ് ഏജ് അത്യാവശ്യം നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. മറ്റത് കുറച്ച് ഒരു ബോറിങ് പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തായിരുന്നു. അത് വേറൊന്നുമല്ല, ആ ഹെയർ സ്റ്റൈലും അതോടൊപ്പം തന്നെ ആ ബോഡി ലാംഗ്വേജ് ചെറിയ ചെറിയ കാര്യങ്ങളാണ് എനിക്ക് പേഴ്സണലി ഒരു ഇതായിട്ട് തോന്നിയത്. പക്ഷേ അത് പ്രശ്നമില്ലാത്ത രീതിയിൽ തന്നെയാണ് പോയിട്ടുള്ളത്. നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പടം അത്യാവശ്യം കൊള്ളാം. പിന്നെ ചെറിയ രീതിയിലെ ലാഗ് നമുക്ക് ഫീൽ ചെയ്യും. ഫസ്റ്റ് ഹാഫിൽ ചെറിയ രീതിയിൽ ലാഗ് വരുന്നുണ്ട്. പിന്നെ പഴയ വിജയ പടം കണക്ക് കുറേ മാസ് കുത്തിക്കയറ്റി വെച്ചതും അതുപോലെ തന്നെ പാട്ട് കയറ്റി വെച്ച് ഉള്ള രീതിയിലല്ല. ചെറിയ രീതിയിലെ മാസ് മാത്രമാണ് വരുന്നത്. പിന്നെ റിപ്പീറ്റേഷൻസ് വരുന്നില്ല. പഴയ ഡയലോഗിൻ്റെ റിപ്പീറ്റേഷൻസ് ഒരുപാടൊന്നും വരുന്നില്ല. എന്നാലും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡയലോഗ്സ് ഇതിൽ വരുന്നുണ്ട്. പിന്നെ പാട്ട് ഒരു ആവറേജ് എന്ന് പറയാൻ പറ്റത്തില്ല. ആ സീനുമായിട്ട് സ്യൂട്ടബിൾ ആയിട്ട് പോകാത്ത രീതിയിലാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. പക്ഷേ കുഴപ്പമില്ല. പിന്നെ യങ് ഏജിൽ ആ ഒരു ക്യാരക്ടറിൽ ആ ഫേസ് നമുക്ക് ചില സമയത്ത് ഒരു വല്ലാത്ത രീതിയിൽ ഫീൽ ചെയ്യും. പക്ഷേ കുറച്ച് കഴിയുന്ന സമയത്ത് അത് പിന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ സ്ക്രീൻ പ്ലേ ആയിട്ട് ബ്ലെൻഡായി പോകുന്നുണ്ട്. VFX അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. ചെറിയ രീതിയിൽ ലാഗ് ഫീൽ ചെയ്തു എനിക്ക്. അത് എല്ലാവർക്കും ബാക്കിയുള്ള ആൾക്കാർക്ക് ഫീൽ ചെയ്തോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. പടം കണ്ടിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ അഭിപ്രായം കൂടി താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ എനിക്ക് തോന്നിയത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പടം പോകുന്നുണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിൽ പടം പോകുന്നുണ്ട്. ഒരുപാട് മാസമൊന്നും കുത്തി നിറച്ചിട്ടില്ല. അപ്പം വിജയ് ഫാൻ അല്ലാത്ത ആൾക്കാരൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് പോയിട്ടുള്ളത് പടം പോയിരിക്കുന്നത്. എനിക്ക് പേഴ്സണലി എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. പിന്നെ വേറെ പറയാനായിട്ട് ആ പാട്ട് എനിക്ക് ഒന്നും അങ്ങോട്ട് ഏറ്റില്ല. സാധാരണ വിജയ പടത്തിൻ്റെ മെയിൻ എന്ന് പറയുന്നത് ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, പാട്ട് തന്നെയാണ് അതിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു പടത്തിൽ അത് ഒരു വ്യത്യസ്തമായ രീതിയിലായിരുന്നു. പാട്ട് ഒരു സൈഡിൽ കൂടെയാണ് പോവുകയായിരുന്നു. പക്ഷേ കുഴപ്പമില്ല എന്ന് നമുക്ക് പറയാം. നമുക്ക് പറയാനല്ല, എനിക്ക് പറയാം. പിന്നെ വിജയ് ഫാൻ അല്ലാത്ത ആൾക്കാർ പോയി കണ്ടാലും അവർക്ക് ഇഷ്ടപ്പെടും ഈ പടം. കാരണം എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോദറാണ്. അപ്പോൾ എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് പടം മേക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ ട്വിസ്റ്റ് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഏരിയയിൽ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അറ്റ് ദ എൻഡ് നമുക്ക് വരാനത്ത് എൻ്റർലി ഡിഫറെൻ്റ് എന്ന രീതിയിലോട്ട് മാറിയിട്ടുണ്ട്. പിന്നെ പടം കാണാൻ പോകുന്ന ആൾക്കാർ വലിയ രീതിയിലെ ഹൈപ്പും അതുപോലെ തന്നെ എക്സ്പെക്റ്റേഷനും വിചാരിച്ച് പോയി പടം കാണരുത്. ഒരു ഫ്രീ മൈൻഡോടെ പോയി ഒരു പടം കാണുക. അങ്ങനെ പോകുന്ന ആൾക്കാർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഞാൻ അങ്ങനെ പോയൊരു വ്യക്തിയാണ്. പടം കാണാൻ പോകുന്ന ആൾക്കാർ മറ്റൊരു വ്യക്തിയുടെ അടുത്ത് പടം കണ്ട ആളെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പടം കാണാൻ പോകരുത്, ഞാൻ പേഴ്സണലി പറയുന്നുണ്ട്. അപ്പോൾ കഴിയുന്നത് നേരത്തെ തന്നെ പോകാനായിട്ട് നോക്കുക. ടൈറ്റിൽ കാർഡ് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയ രീതിയിൽ ലാഗ് വരുന്നുണ്ട്, ഞാനിപ്പോഴേ പറയാം. ചെറിയ രീതിയിൽ ലാഗ്, അത് കുറച്ച് ലാഗ് നമുക്ക് ഫീൽ ചെയ്യും. 3 മണിക്കൂറോളം ഫിലിം എൻ്റർലി ഉണ്ട്. അപ്പം ചെറിയൊരു ലാഗ് ഫീൽ ചെയ്യും. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എന്തായാലും പടം നിങ്ങൾ കണ്ടതിന് ശേഷവും കൂടി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.